അതായത് നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ്. അതായത് എത്ര പേർക്ക് ഇത് വർക്കാവുമെന്ന് അറിയില്ല, പക്ഷെ ഇത് റിയലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങൾ കണ്ട് കേട്ട സ്റ്റോറീസിൽ ബാക്ക്ഗ്രൗണ്ടാണ് ഇത് കാണിച്ചത്. ഇപ്പം ഇറങ്ങിയ ആൾക്കാരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഒരു ഇച്ചിരി ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഓണസ്റ്റ് ആവുകയാണ്. ഒരു ഹാപ്പി എൻഡിങ് ഉള്ളൊരു സിനിമയല്ല. അപ്പം നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ജോണേഴ്സ്, ഒരു റിയൽ സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടും. കേൾക്കുന്നില്ല. അതെ അതെ, അല്ല അത് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ, ബിക്കോസ് നമുക്ക് കഥ അറിയുന്നതുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് ഇല്ല. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കുക, അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. അപ്പം ചെയ്തത് വെച്ച് ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ആൻഡ് ഇനി നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ളത് പറയാത്രോ. അല്ല ഞാനതാ പറഞ്ഞത് വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിനിമയ്ക്കും ഹാപ്പി എൻഡിങ് ആവണമെന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. അപ്പം കണ്ടിറങ്ങിയവർ പറഞ്ഞത് ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഈ പടം നമ്മൾ ഉദ്ദേശിച്ച ജോണർ തന്നെയാണ് എല്ലാവർക്കും കൺവേ ആയി എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ആരും ഹാപ്പി ആക്കാൻ വേണ്ടി അല്ല, ഇറ്റ്സ് റിയൽ സ്റ്റോറി. സോ അങ്ങനെ തന്നെ കൺവേ ആയിട്ടുണ്ടാവണമായിരിക്കും. കൺവേ ആയോ? അങ്ങനെ ആയോ? അല്ല നിങ്ങൾക്ക് പേഴ്സണലി വർക്കായിട്ടുണ്ടെങ്കിൽ അത് ബോറടിക്കരുത് എന്നുള്ളതാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ദാറ്റ്സ് ഓൾ വാട്ട് വി വാണ്ട്. അല്ല, ഉപദ്രവിക്കാത്ത ഒരു കൊച്ചു സിനിമ എന്നാണ് തന്നെ പറയാൻ നല്ല തോന്നുന്നത്. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളാണ്. അഭയുണ്ട്, അതുപോലെ നന്നായിട്ട് അനിൽക്കിരൺ എഴുതിയിട്ടുണ്ട്, അജയ് കാച്ചപ്പള്ളി ടെക്നീഷ്യന്മാർ. അതുപോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ശിവത, അപർണ, ചന്തു, അനുമോഹൻ, അപ്പുണ്ണിയാണ്, ഒരുപാട് പേര്. ഇത്ര പേരൊക്കെ ഉള്ളൂ, കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല തോതിൽ എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് ഉപദ്രവിക്കാത്തൊരു കൊച്ചു സിനിമ. ഈ ത്രില്ലർ സിനിമയ്ക്കുള്ള എലമെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് പല കാര്യങ്ങളും റിയലായിട്ട് തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും എൻ്റെ പുതിയ പടത്തിലെ നായികമാരാണ്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും. ആരും ശ്രീമാല നന്നായിട്ട് നല്ല പടമാണ്. എല്ലാവർക്കും വന്ന് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെ അല്ലേ? പോരെ, പിള്ളേരെ കൊണ്ടുവരരുത്. ഇനി അത് പറ. സത്യമാണ്, ഞാൻ സത്യം പറയുള്ളൂ. പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. കുഞ്ഞു പിള്ളേർക്ക് അവിടെ വന്നിരുന്ന് ബോറടിക്കും. പോപ്കോണൊക്കെ വാങ്ങി നിങ്ങളുടെ പൈസ അത് വർക്കാവില്ല. നാളത്തെ ക്യാപ്ഷൻ വന്നു, പടത്തിനെതിരെ നായിക.